ഹായ് മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. ഷമീസ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിതാ അടീനിയത്തിൻ്റെ ഷെയ്ഡ്സൊക്കെ കാണിച്ചു തരാട്ടോ. ഇപ്പോൾ അടീനിയം കുറച്ച് മുന്നേ നല്ല പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ സീഡ്സ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സീഡ്സൊക്കെ ഞാൻ രണ്ടാളെ നമ്മൾ കവർ അയക്കണം എന്ന് പറഞ്ഞ് വിത്താർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കവർ അയക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അധികം വ്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം ആളും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടവർ തന്നെ അധികം കവർ അയച്ചു തന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാളെ അയച്ചു തന്നിട്ട് അവർക്ക് ഞാൻ വിത്തുകളൊക്കെ സീഡ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ വെറൈറ്റി അടിയത് മഞ്ഞ കളറാണ് കേട്ടോ. കുറേ അടീനിയം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം സൽക്കാല ലീവിന് വന്നപ്പോൾ കുറേയൊക്കെ ടെറസിൽ നിന്ന് താഴത്തേക്ക് എടുത്തു വെച്ചു. പിന്നെ നമ്മൾ ജസ്റ്റ് അതിന് നോക്കിയെങ്കിലും വരാമല്ലോ. നമുക്കതിനെ പരിപാലിക്കാനൊന്നും പറ്റിയ ഉമ്മയും കൂടി ഇല്ലാത്തതുകൊണ്ട് മുഴുവൻ കള നിറഞ്ഞ് കിടക്കുകയാണ്. എൻ്റെ ഉമ്മ ഓരോ ചട്ടിയിൽ ഇങ്ങനെ പുല്ല് പറിക്കും ഓരോ ദിവസം. അപ്പോൾ അതങ്ങനെ വേഗം അത്ര കാട് പിടിച്ച് കിടക്കലില്ല. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്കൂള് വെക്കേഷനൊക്കെ ആയിട്ടാണ് മക്കളെ കൊണ്ട് കുറേ ചെട്ടികളൊക്കെ റീപ്പോർട്ട് ചെയ്യിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇത് നമ്മളെ വെറൈറ്റീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആയിട്ടുള്ള വിത്തുകൾ. ഏകദേശം ഒരാൾക്ക് ഒരു 50ഓളം സീഡ്സ് ഉണ്ട്. അപ്പോൾ ഒരാൾ കവറിലൊരു ലെറ്ററും കൂടെ വെച്ചിരുന്നു, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ല പ്രൂൺ ചെയ്യുന്ന സമയത്ത് കമ്പുണ്ടെങ്കിൽ അയച്ചു തരുമെന്ന്. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഞാൻ പ്രൂൺ ചെയ്യണില്ല. ഇനി പ്രൂൺ ചെയ്യുമ്പോൾ ഞാൻ അയച്ചു തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. പൈസ ഒന്നും വേണ്ട, നിങ്ങൾ അതിനുള്ള തപാലിൻ്റെ ചാർജ് മാത്രം തന്നാൽ മതി. ചെടിക്ക് പൈസ ഒന്നും വേണ്ട കേട്ടോ. പക്ഷേ അതിന് എക്സ്പെൻസ് വരുമല്ലോ. അത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്നെ കൊണ്ടതൊന്നും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് സംഭവം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. പക്ഷെ കുറേ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ നമ്മൾക്ക് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ല എന്നുള്ളത്. ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ചെയ്യണതിന് യാതൊരു മടിയില്ല. കാരണം അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. പഠിച്ചവരുടെ അടുത്ത് പ്രതിഫലം കിട്ടൂലേ. ഒരാൾക്ക് ഒരു ഒരാളുടെ സന്തോഷത്തിന് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ അവരെ മനസ്സും നിറയും, നമ്മളെ മനസ്സും നിറയും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാൻ വാക്ക് പറയൂല. ഇൻഷാ അല്ലാഹ് കമ്പ് വെട്ടുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സ് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനത് അയച്ചു തരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ഇടാൻ പ്രൂൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ അഡ്രസ്സൊക്കെ അയച്ചിട്ട് അവൻ്റെ തപാലിൻ്റെ എന്താണോ അതിനൊരു കൊറിയർ ചാർജൊക്കെ വരുന്നത് എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.